Friends, good morning. I am going to discuss a new topic about Vastu Shastra, Vedic science of ancient India. For getting peace, prosperity, and wealth in a dream house, it shall be made with the application of Vastu Shastra rule. Here, I am discussing about importance of Ishana Mula, northeast corner of a house. ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതിയ അധ്യായമാണ്. വാസ്തുശാസ്ത്രത്തിലെ പുതിയൊരു അധ്യായം, വേദിക് സയൻസ് ഓഫ് ഇമ്പോർട്ട് ഏൻഷ്യന്റ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഫോർ ഗെറ്റിംഗ് പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് വെൽത്ത് ഇൻ എ ഡ്രീം ഹൗസ്, വീട്ടുകളിൽ ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുവാൻ വാസ്തുശാസ്ത്രത്തിലെ നിയമങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. ഇവിടെ ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നത് വീട്ടിൻ്റെ ഈശാനമൂലയെ കുറിച്ചാണ്. ഈശാനമൂല എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ മൂല. ഇതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. Ishanamula, northeast corner of a house, is very important place for a house. Magnetic and earth energy enters the house through this corner. It is a sacred place for a house. Keeps the holiness of that corner. Some important points are to be kept in mind. Ishanamula, a northeast corner, a വടക്ക് കിഴക്ക് മൂല, ഒരു വീട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂലയാണ്. കാന്തിക ഊർജവും ഭൗമിക ഊർജവും വീട്ടിനുള്ളിലേക്ക് കിടക്കുന്നത് ഈ മൂല വഴിയാണ്. ഇറ്റ് ഇസ് എ സേക്രഡ് പ്ലേസ്. ഇതൊരു പരിപാവനമായ മൂലയാണ്. ഈ മൂലയുടെ പരിപാവനത്വം കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി താഴെ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. പ്രധാനമായിട്ട് The kitchen of the house shall be constructed in ഈശാനമൂല. വീട്ടിൻ്റെ അടുക്കള ഈശാനമൂലയിൽ നിർമ്മിക്കുന്നത് നല്ലതാണ്. Do not construct a bathroom or toilet in this corner. ഈ മൂലയിൽ ബാത്റൂമും ടോയ്ലറ്റോ നിർമ്മിക്കരുത്. Do not construct a bedroom in this corner. ഈ മൂലയിൽ, ഈശാനമൂലയിൽ ബെഡ്റൂം നിർമ്മിക്കരുത്. പൂജാ റൂം may be constructed in this corner. പൂജാ റൂം വേണമെങ്കിൽ ഈ മൂലയിൽ നിർമ്മിക്കാം. More doors and windows are to be constructed in this corner. This corner is a best place for a kitchen. More doors and windows are to be constructed. കൂടുതൽ വാതിലുകളും ജനലുകളും ഈ മൂലയിൽ നിർമ്മിക്കപ്പെടണം. ഇത് അടുക്കള നിർമ്മിക്കാൻ ഒരു പറ്റിയ സ്ഥലമാണ്. കൂടുതൽ അനുയോജ്യമല്ല, എങ്കിലും അടുക്കള ഈ മൂലയിൽ നിർമ്മിക്കപ്പെടാം. While cooking food, you shall face east or north. In this view, place the gas stove or oven. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നിങ്ങൾ കിഴക്ക് ദിശയോ അല്ലെങ്കിൽ വടക്ക് ദിശയോ അഭിമുഖമായിട്ട് വേണം ഭക്ഷണം പാകം ചെയ്യാൻ. ഇതിനനുസരിച്ച് വിധത്തിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ ഓവൻ സ്ഥാപിക്കണം. നെക്സ്റ്റ്, ഈശാൻ മൂല is an auspicious place for digging wells. There will be a gap between the house platform and the platform of the well. ഈശാനമൂലയിൽ കിണർ കുഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. മീൻ രാശിയിൽ കിണർ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ
കിണർ കുഴിക്കുമ്പോൾ കിണറിൻ്റെ പ്ലാറ്റ്ഫോമും വീട്ടിൻ്റെ പ്ലാറ്റ്ഫോമും തമ്മിൽ ഒരു ചെറിയൊരു അകലം ഉണ്ടാവണം, ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. Next, the space between the house and compound wall shall be more than that of the south side. വീടിൻ്റെ അതിർത്തി മതിലും തമ്മിൽ ഉള്ള അകലം വീടിൻ്റെ തെക്ക് ഭാഗത്തിനേക്കാൾ കൂടുതൽ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അടുത്തത്, the height of the compound wall is less than that of കന്നിമൂല. ഈ ഭാഗത്തുണ്ടാക്കുന്ന മതിലിന്റെ ഉയർച്ച എപ്പോഴും കന്നിമൂല ഭാഗത്ത്, അതായത് തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗത്തുണ്ടാകുന്ന മതിലിന്റെ ഉയർച്ചയേക്കാൾ കുറവായിരിക്കണം. പിന്നെ അടുത്തത്, നെക്സ്റ്റ്, no flower pots are to be placed in the compound wall at this side. അതായത് പൂച്ചട്ടികൾ ഒന്നും ഈ കോമ്പൗണ്ട് വാളിൽ, ഈ ഭാഗത്തുള്ള വാളുകളിൽ മതിലുകളിൽ വെക്കാൻ പാടില്ല. പിന്നെ വാട്ടർ ടാങ്ക് ഷുഡ് നോട്ട് ബി കൺസ്ട്രക്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദിസ് കോർണർ. ജലസംഭരണികൾ ഒരിക്കലും ഈ മൂലയുടെ മുകളിൽ വെക്കാൻ പാടുള്ളതല്ല. അത് വെക്കേണ്ടത് അഗ്നി കൊണ്ടാണ്. അതായത് തെക്ക് കിഴക്കേ മൂലയിൽ ആണ് വാട്ടർ ടാങ്ക് വെക്കുന്നത് നല്ലത്. ഈ മൂലയിൽ വാട്ടർ ടാങ്ക് വെക്കുന്നത് അത്ര അനുയോജ്യമല്ല. It is not best to sleep in the room of this corner. ഈ മൂലയിലുള്ള മുറികളിൽ ഉറങ്ങുന്നത് അത്രയും നല്ല ശുഭകരമല്ല. പിന്നെ അവസാനമായി പറയാം, it is auspicious to plant a turmeric plant and തുളസി plant in this corner. അതായത് ഈ മൂലയിൽ ഒരു മഞ്ഞളിന്റെ ചെടിയും ഒരു തുളസി ചെടിയും വെക്കുന്നത് നല്ലതാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുവാൻ വേണ്ടിയിട്ട് എൻ്റെ വെബ്സൈറ്റ് വാസ്തുക്കം blogspot.com ലോഗ് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതാണ്.